السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وكفى والصلاة والسلام على سيدنا محمد المصطفى وعلى آله وصحبه أهل الصدق والجود والكرم والوفاء أما بعد. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അൽ ഹികമുൽ അതാഇയ എന്ന ഗ്രന്ഥത്തിലെ ഹിക്മത്തുകളിലൂടെയുള്ള തത്വജ്ഞാനോപദേശങ്ങളിലൂടെയുള്ള പഠന യാത്രയിലേക്ക്, ഈ 4-ാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 4-ാമത്തെ ഹിക്മത്താണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ പഠന വിധേയമാക്കുന്നത്. 4-ാമത്തെ ഹിക്മത്ത് തത്വോപദേശം ഇങ്ങനെയാണ് കിതാബുൽ ഹികമിൽ കാണുന്നത്. അരിഹ് നഫ്സക മിനത് തദ്ബീർ ഫമാ ഖാമ ബിഹി ഗൈറുക അൻക ലാ തഖും ബിഹി അൻത ലിനഫ്സിക്. എന്താണ് ഈ പറയുന്നത്? ആദ്യം അതിലെ മുഫ്രദാത്ത് പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അരിഹ് എന്ന് പറഞ്ഞാൽ നീ റിലാക്സ് ചെയ്യുക, നീ റിലീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നീ റാഹത്ത് കൊടുക്കുക, നീ ആശ്വാസം കൊടുക്കുക, ഫ്രീ ആക്കുക എന്നർത്ഥം. നഫ്സക, നിന്റെ നഫ്സിനെ, നിന്റെ നഫ്സിനെ നീ ഫ്രീ ആക്കുക, ഒഴിവാക്കുക, റാഹത്താക്കുക. എന്തിൽ നിന്ന്? മിന തദ്ബീറിൽ നിന്ന് ഫ്രീ ആക്കുക എന്ന് പറഞ്ഞാൽ തദ്ബീർ ചെയ്യുക. തദ്ബീർ എന്ന വാക്ക് കുറച്ച് വിശദീകരിക്കേണ്ടതുണ്ട്, ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരും. തദ്ബീർ എന്ന് പറഞ്ഞാൽ പ്ലാനിങ്, നിയന്ത്രണം എന്നൊക്കെ ഭാഷാപരമായ അർത്ഥമുണ്ട്. ദബ്ബറ യുദബ്ബിറു തദ്ബീറൻ ഫഹുവ മുദബ്ബിർ, നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക, അതുപോലെ മാനേജ് ചെയ്യുക, ആസൂത്രണം ചെയ്യുക. ഈ അർത്ഥങ്ങളൊക്കെ തദ്ബീർ എന്ന പദത്തിനുണ്ട്. എന്നാൽ വെറും ഭാഷാപരമായ അർത്ഥം മാത്രം വെച്ചാൽ ഇവിടെ നമ്മളെ സംശയം തീരൂല, അല്ലെങ്കിൽ ഈ ആശയം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയൂല. അതുകൊണ്ടാണല്ലോ കിതാബുൽ ഹികമിന് ഇങ്ങനെ ഒരു വിശദീകരണം ആവശ്യമായി വന്നത്. നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ കിതാബുൽ ഹികമിന് 70-ലേറെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഇറങ്ങിയത് കൊണ്ടാണ്. ഒരുപാട് വ്യാഖ്യാനിക്കേണ്ട പല വാക്കുകളും, വെറും ഒരു ഡിക്ഷണറി നോക്കിയാൽ അർത്ഥം മനസ്സിലാക്കിയാൽ ഹികമിലെ ഉദ്ദേശങ്ങൾ എന്താണ്, മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ നമ്മളോട് പറയുന്ന തത്വോപദേശം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയൂല. അതുകൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടി വരുന്നത്. അപ്പം പിന്നെ തദ്ബീർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഭാഷാപരമായ അർത്ഥം ഇതൊക്കെ തന്നെ. വിശദീകരിക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ നീ നിന്റെ നഫ്സിനെ, നിന്റെ മനസ്സിനെ നീ ഫ്രീ ആക്കുക, തദ്ബീറിൽ നിന്ന് ഫ്രീ ആക്കുക, നിയന്ത്രണത്തിൽ നിന്ന് ഫ്രീ ആക്കുക, പ്ലാനിങ്ങിൽ നിന്ന് ഫ്രീ ആക്കുക. ഫമാ കാമ എന്ന് പറഞ്ഞ തദ്ബീർ ഇൻഷാ അല്ലാഹ് വഴി നമ്മൾ പറയും. ഫമാ കാമ, ഫ എന്നാൽ കാരണം, ഫമാ കാമ, ഫമാ എന്ന ഒരു കാര്യം, കാമ ബിഹി ഗൈറുക, നീയല്ലാത്ത ഒരാൾ, നീയല്ലാത്തവൻ ചെയ്ത, നിർവഹിച്ച ഒരു കാര്യം, അൻക നിനക്ക് പകരം, നിനക്ക് വേണ്ടി നീയല്ലാത്തവൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാര്യം. അതാരാ നീയല്ലാത്തവൻ? അള്ളാഹുവാണ്. അള്ളാഹു എന്നിവിടെ പറഞ്ഞില്ലെങ്കിലും അതിന് അർത്ഥതാണ്. നിന്റെ കാര്യങ്ങൾ നിനക്ക് വേണ്ടി നീയല്ലാത്ത ഒരാൾ ചെയ്തു കഴിഞ്ഞു വെച്ചതാണ്. അതാരാ? അള്ളാഹുവാണ്. ആ ഒരു കാര്യം ലാ തഖും ബിഹി അൻത, ആ കാര്യം കൊണ്ട് നീ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ നീ തുനിയണ്ട, ലിനഫ്സിക, നിനക്ക് വേണ്ടി. അപ്പൊ നിനക്ക് വേണ്ടി നീയല്ലാത്ത ഒരാൾ ചെയ്തു വെച്ച് കഴിഞ്ഞ ഒരു കാര്യം, ഏത് കാര്യവും, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും, നമ്മുടെ ജീവിതത്തിലെ ഏതേതു കാര്യങ്ങളുണ്ടാവട്ടെ, ആ കാര്യങ്ങളൊന്നും നമ്മളായിട്ട് ചെയ്യുന്നവരല്ല. നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു തആല ചെയ്ത് തീരുമാനിച്ചതാണ്, ചെയ്തു കഴിഞ്ഞതുമാണ്, തീരുമാനിച്ചു കഴിഞ്ഞതുമാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്, അള്ളാഹു തആല ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തിൻ്റെ, അങ്ങനെയുള്ളൊരു വിഷയത്തിൽ, അങ്ങനെയുള്ള ഒരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഗതിയുടെ, ഒരു വസ്തുതയുടെ കാര്യത്തിൽ വെറുതെ തദ്ബീറാക്കുക. ആ തദ്ബീറാക്കുന്ന ടെൻഷൻ നീ എന്തിനാ എടുക്കുന്നത്? ആ ടെൻഷനിൽ നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന്, ക്ലേശത്തിൽ നിന്ന് നിന്റെ നഫ്സിനെ നീ റാഹത്തിലാക്കിക്കോ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിക്കോ. ഇനി ഒന്ന് വിശദീകരിച്ച് പറയാം. അരിഹ് നഫ്സക, നിന്റെ നഫ്സിനെ നീ ഫ്രീ ആക്കിക്കോ, അഥവാ നിന്റെ മനസ്സിനെ ഫ്രീ ആക്കിക്കോ. നഫ്സ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ശരീരമല്ല നഫ്സ്, ശരീരത്തിന് പറയാം ജിസ്മ്, ബദൻ എന്നൊക്കെ പറയാം. നഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ്. അല്ലാതെ നമ്മുടെ ഈ കൈകൊണ്ട് തൊടുന്ന കയ്യും കാലും അടങ്ങിയ ഈ അവയവങ്ങളല്ല, അത് ശരീരം എന്നാ പറയാം. നിന്റെ നഫ്സിനെ നീ ഫ്രീ ആക്കുക, മനസ്സിനെ ഫ്രീ ആക്കുക, മിന തദ്ബീറിൽ നിന്ന്. ഇനി നമുക്ക് തദ്ബീർ എന്താണെന്ന് ഇവിടെ ഒന്ന് വിശദീകരിക്കുക. തദ്ബീർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളുടെ ആഖിബത്ത്, അതിൻ്റെ നതായിജ്, അതിൻ്റെ ഫലം, അനന്തര ഫലം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച്
നമ്മളിങ്ങനെ മനനം ചെയ്യുക, അതിനെക്കുറിച്ച് ഇങ്ങനെ വ്യാപരിക്കുക, ആലോചിക്കുക. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുക, നമ്മൾ നേരത്തെ കഴിഞ്ഞ ഹിക്മത്തുകളൊക്കെ പറഞ്ഞു വന്നതിന് ശേഷം ഈ പറയുന്നതുകൊണ്ട് ഹിക്മത്തുകൾ ആവർത്തിക്കല്ല. ഓരോ ഹിക്മത്തും അടുത്ത ഹിക്മത്തുമായി അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള ഹിക്മത്തുകളുമൊക്കെയായി പരസ്പരം കെട്ടുമണഞ്ഞ് കിടക്കുന്നതാണ്. അതുകൊണ്ട് ഹിക്മത്തുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിങ്ങനെ വഴിക്ക് വഴിയെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഹിക്മത്തുകൾ മനസ്സിലാക്കി പോകണം. പെടുന്നതിന് ഒരു 4-ാം ഹിക്മത്ത് മാത്രം കേൾക്കുന്നവർ വല്ലവരും ഉണ്ടെങ്കിൽ, ഈ വോയിസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർ 1, 2, 3 ഹിക്മത്തുകളൊക്കെ കേട്ടിരിക്കണം. അപ്പോഴേ ഇത് ശരിക്കും മനസ്സിലാവും. കാരണം ഹിക്മത്തുകൾ അങ്ങനെ പരസ്പരം ഒരു സിമെൻറ്റിങ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ പരസ്പരം ഒരു ബന്ധമുണ്ട്. അല്ലാതെ ഒന്ന് മാത്രം എടുത്താൽ മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു ഒരു തദ്ബീർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നേരത്തെയുള്ള ഹിക്മത്തുകളിലൂടെ മഹാനായ ശൈഖ് അവർകൾ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ഹിക്മത്തിലൊക്കെ തന്നെ പറഞ്ഞു, അല്ലാഹു തആല അസ്ബാബിൻ്റെ ലോകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അസ്ബാബിൻ്റെ ലോകത്ത് ജീവിക്കേണ്ട നമ്മൾ ആ അസ്ബാബ് വിട്ട് തജ്രീദിലേക്ക് ചാടാൻ പാടില്ല. ആ അസ്ബാബ് നമ്മൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ, അള്ളാഹു നമ്മെ ജീവിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ ആ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പല സബബുകളും നമ്മൾ ചെയ്യേണ്ടി വരും. ഉദാഹരണങ്ങൾ നമ്മൾ പലതും പറഞ്ഞു. മൈഷത്തിൻ്റെ മാർഗത്തിലെ അന്വേഷണങ്ങൾ, സബബുകൾ തേടലൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആബിദ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമ എന്ന രീതിയിൽ നമ്മളിൽ നിന്ന് മത്ലൂബ് എന്താണ്, അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടത് എന്താണ്, ആ സബബുകൾ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണം, നമ്മൾ മൈഷത്തിൻ്റെ വഴികൾ അന്വേഷിക്കണം, കൈക്കോട്ടൂത്തണം, അധ്വാനിക്കണം. ഉദാഹരണം പറയട്ടെ, കൈക്കോട്ടൂത്തമാണ് ഉദാഹരണം. അധ്വാനിക്കണം, ദേഹാധ്വാനം ചെയ്യണം, മൈഷത്തിൻ്റെ മറ്റു മാർഗ്ഗങ്ങൾ തേടണം. അത് വ്യാപാരമാവാ, കച്ചവടമാവാ, ഓഫീസിലെ പണിയാവാ, അത് ഫാക്ടറിയിലെ ജോലിയാവാ, പാടത്തെ പണിയാവാ, പറമ്പിലെ കിളക്കലാവാ, അധ്യാപനമാവാ, കച്ചവടമാകാ, എന്തും ജോലിയാവാ, എന്തും IT ജോലിയാവാ, എന്തും ആവാം. മനസ്സിൻ്റെയോ ശരീരത്തിൻ്റെയോ അധ്വാനങ്ങൾ ആവശ്യമുള്ള ഏത് പ്രവർത്തനങ്ങളും ഇതൊക്കെ ഇപ്പോൾ അസ്ബാബാണ്. ഈ അസ്ബാബുകൾ ചെയ്യണം എന്ന് അള്ളാഹു നമ്മളോട്, മറിയം ബിബി അലൈഹിസ്സലാമിൻ്റെ ഉദാഹരണമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അള്ളാഹു തആല അസ്ബാബുകൾ ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു, അത് നമ്മൾ ചെയ്യും വേണം. അപ്പോൾ തആമുൽ മഅൽ അസ്ബാബ്, അതല്ലെങ്കിൽ ഇത്തിഹാദുൽ അസ്ബാബ്, കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മളെ പണിയാണ്. പിന്നെ ഞാനിങ്ങനെ ചെയ്താൽ അതിൻ്റെ ഫലം എന്താവും, ഫലം ഉണ്ടാവൂലേ, ഫലത്തിലെത്തുമോ, അത് വിജയിക്കുമോ തുടങ്ങിയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മളിങ്ങനെ തല പുണ്ണാക്കി ആലോചിക്കുക എന്നുള്ളത്. തദ്ബീർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വളർത്താൻ പറയാം, തല പുണ്ണാക്കി ആലോചിക്കുക അതിൻ്റെ ഫലം എന്താകുമെന്ന്. അപ്പോൾ തഅമ്മുൽ വൽ ഇമാൻ ഫി നതായിജുൽ ഉമൂർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തദ്ബീർ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം, അതിൻ്റെ അനന്തരഫലം, അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ആഫ്റ്റർ മാത്ത് റിസൾട്ട്സ് എന്താവും എന്നതിനെക്കുറിച്ച് നമ്മളിങ്ങനെ തലമുണ്ടാക്കുക, അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ കൂലങ്കഷമായി ആലോചിക്കുക അല്ലെങ്കിൽ തലമുണ്ടാക്കുക എന്ന വിഷയമാണ് തദ്ബീർ. ആ തദ്ബീറിൻ്റെ ടെൻഷൻ എന്തിനാണ് നമ്മളെടുക്കുന്നത്? അത് നമ്മളെ പണിയല്ലല്ലോ. നമ്മളിപ്പോൾ ഒരു പണിയെടുക്കുമ്പോൾ, ഒരു ജോലി ചെയ്യുമ്പോൾ, അള്ളാഹുവിൻ്റെ മൈഷത്ത്, അള്ളാഹു തആല നമ്മളെ ഈ ലോകത്ത് ജീവിപ്പിക്കുമ്പോൾ മൈഷത്തിൻ്റെ മാർഗ്ഗങ്ങൾ അസ്ബാബ് തേടേണ്ട നമ്മൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മളോട് അള്ളാഹു പറഞ്ഞ കാര്യം, മത്ലൂബായ കാര്യം എന്തോ അത് നമ്മൾ ചെയ്യുക, അസ്ബാബ് നമ്മൾ ചെയ്യുക. എന്നാൽ ഇതിൻ്റെ നതായിജ്, അതിൻ്റെ ഫലങ്ങൾ എന്താണോ അത് തരേണ്ടവൻ അള്ളാഹുവാണ്. അതെന്താകും, ഞാനിതിൽ വിജയിക്കൂലേ, അതോ പരാജയപ്പെടുമോ, എനിക്കിതിൽ വിജയം ഉണ്ടാവൂലേ, പരാജയമാണോ ഉണ്ടാവുക തുടങ്ങിയുള്ള വിഷയങ്ങളിൽ നമ്മളിങ്ങനെ വിഷണ്ണരാകുക, ദുഃഖിക്കുക, തലമുണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതാണ് തദ്ബീർ. അപ്പോൾ ഈ തദ്ബീർ എന്ന് പറഞ്ഞ സംഗതി അത് നമ്മൾ ചെയ്യേണ്ടതല്ല. ആ മുദബ്ബിർ അള്ളാഹുവാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക. തദ്ബീറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, അള്ളാഹു തആലയാണ് മുദബ്ബിർ മിന എല്ലാ കാര്യങ്ങളും. യുദബ്ബിറുൽ അംറ, ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ തദ്ബീറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ തദ്ബീറൊക്കെ മുദബ്ബിർ അള്ളാഹുവാണ്. അപ്പോൾ തദ്ബീർ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ തന്നെ ഇതിൻ്റെ പിറകെ വരുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പിറകെ അതിൻ്റെ അവസാനം വരുന്നത് ദുബുർ ഷൈ ആഖിറുഹു എന്നാണ്. നമ്മൾ ദുബുർ എന്ന വാക്കത്തിൻ്റെ അർത്ഥം അതാണ്, അതിൻ്റെ അന്ത്യം, അതിൻ്റെ അവസാനം, അതിൻ്റെ പിറകെ എന്നൊക്കെ അർത്ഥം. അപ്പോൾ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പിറകെ വരുന്നത് എന്നർത്ഥം. മാ യഅതി ഫീ ദുബുരിഹി ഐ ഫീ ആഖിരിഹി ഐ ഫീ മുൻതഹഹു ഐ കനതീജത്തിൻ ലഹു, അതിൻ്റെ ഫലമായി വരുന്ന എന്താണോ അതിന് നമ്മളിങ്ങനെ കൂലങ്കഷായി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷണ്ണരായി തലമുണ്ടാക്കി ആലോചിക്കേണ്ടതില്ല. ആ ടെൻഷൻ നമ്മൾ ഒരിക്കലും ഒഴിവാക്കേണ്ട. നമ്മുടെ ടെൻഷൻ ഒരിക്കലും നമ്മൾ സഹിക്കേണ്ട, നമ്മൾ ഏറ്റെടുക്കേണ്ട, അത് നമ്മൾ ഒഴിവാക്കുക. അരിഹ് നഫ്സക, നിൻ്റെ നഫ്സിനെ നീ റാഹത്തിലാക്കുക, റിലീവ് ചെയ്യുക, വിടുതൽ ചെയ്യുക, ഫ്രീ ആക്കുക, വിടുക. തദ്ബീർ, ഇപ്പറഞ്ഞ അതിൻ്റെ അവസാനങ്ങൾ, അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലങ്ങൾ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് തലമുണ്ടാക്കുന്നതിൽ നിന്ന്. അതാണ് പ്ലാനിങ്, മാനേജ്മെൻറ്റ്, ആസൂത്രണം എന്നൊക്കെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ പോരാ, ഈ അർത്ഥത്തിൽ മനസ്സിലാക്കണം. കാരണം ഫമാ ഖാമ ബിഹി ഗൈറുക അൻക, നിനക്ക് പകരം, അൻക നിയാബതൻ അൻക, നിനക്ക് പകരം, ഓൺ യുവർ ബിഹാഫ്, നിനക്ക് പകരം ഇതൊക്കെ ചെയ്തത് അള്ളാഹുവാണ്. അങ്ങനെ അള്ളാഹു ചെയ്തിരിക്കുന്ന ഒരു കാര്യം ലാ തഖും ബിഹി അൻത ലിനഫ്സിക്, നീ പിന്നെ ആ കാര്യത്തിൽ ഞാൻ തന്നെ എൻ്റെ കാര്യത്തിനെ കുറിച്ച് വിഷമനാവണ്ടേ, ആലോചിക്കേണ്ടേ വേണ്ട. അത് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. നമ്മൾ അസ്ബാബ് ചെയ്യുക, നമ്മൾ പരിശ്രമിക്കുക. നമ്മളോട് പണിയെടുക്കാൻ അള്ളാഹു പറഞ്ഞ് നമ്മൾ പണിയെടുക്കുക, നമ്മൾ അധ്വാനിക്കാൻ പറഞ്ഞ് അധ്വാനിക്കുക. പിന്നെ അതിൻ്റെ ഫലം കൊണ്ടുവരേണ്ടവനാണ് അള്ളാഹുവാണ്. ഏത് കാര്യവും
അധ്വാനിക്കുക, ചികിത്സിക്കുക മാത്രമല്ല. ഏത് കാര്യം ഉദാഹരണം പറയുമ്പോൾ രോഗ ചികിത്സ, രോഗം വന്നു ചികിത്സിക്കുക, നമ്മൾ ദീനിന്റെ കൽപ്പനയാണ്, നമ്മൾ മുക്കല്ലഫീങ്ങളാണ്, നമ്മൾ തദാവി ചെയ്യണം. അപ്പോൾ നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ ഈ ചികിത്സ ഫലപ്പെടുമോ, ഞാൻ ഈ കഴിക്കുന്ന മരുന്ന് എനിക്ക് ഫലപ്പെടുമോ, എൻ്റെ രോഗം അതുകൊണ്ട് മാറുമോ എന്നാലോചിച്ച് നമ്മൾ വിഷണ്ണരാൻ പാടില്ല. അള്ളാഹു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചെയ്യാനാണ്. അള്ളാഹു ഷിഫ തരും. ഇതാ മരുത്ത് ഫുഹുവ യഷ്ഫി. നമ്മുടെ അഖീദ അതാണ്, നമ്മുടെ ഈമാൻ അതാണ്. നമുക്ക് നമുക്ക് വിശപ്പ് വന്നാൽ ആ വിശപ്പ് അടക്കുന്നവൻ, ശമിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. വെറുതെ എങ്ങനെ ഇരുന്നാൽ വിശപ്പടങ്ങില്ല. നമ്മളതിൻ്റെ വഴികൾക്ക് തേടണം. അപ്പം അസ്ബാബുകൾ നമ്മൾ അന്വേഷിക്കണം, അത് നമ്മൾ ചെയ്യണം. അതിൻ്റെ ഫലം തരുന്നവൻ അള്ളാഹുവാണ്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യമുള്ളത് അരിഹ് നഫ്സക എന്നാ പറഞ്ഞിരിക്കുന്നത്. അരിഹ് നഫ്സക, അതിൻ്റെ നഫ്സിനെ നിറാഹത്തിലാക്കുക. അപ്പം എന്തല്ല അരിഹ് ജിസ്മക, അരിഹ് ബദനക എന്നല്ല, നിന്റെ ശരീരം നിറാഹത്തിലാക്കുക എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാതിരിക്കുക, വെറുതെ അങ്ങനെ ഇരിക്കുക. അള്ളാഹുവിൻ്റെ റാസിഖാണ്, അള്ളാഹുവിൻ്റെ ഖാലിഖാണ്, പടച്ചോനിക്ക് അന്നം തരും, പടച്ചോൻ ഭക്ഷണം തരും. രോഗിയാകുമ്പോൾ പറയാം പടച്ചോനിക്ക് വൈതാ മറിയത്ത് പോയ യഷ്ഫി എന്നല്ലേ, അള്ളാഹു ഷിഫ നൽകും. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, തദാബി ചെയ്യേണ്ട ആവശ്യമില്ല, ചികിത്സ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പറയണമല്ല. നമ്മൾ ചെയ്യേണ്ടത് അരിഹ് നഫ്സക, അരിഹ് ജിസ്മക്ക അല്ല, അരിഹ് നഫ്സക. ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. ദേഹാധ്വാനമുള്ള കാര്യങ്ങളാണെങ്കിൽ ദേഹാധ്വാനം ചെയ്യണം. കയ്യും കാലും വിയർപ്പ് അധ്വാനിക്കാണ്ടെങ്കിൽ അധ്വാനിക്കണം. നെറ്റിത്തരത്തിൽ വിയർപ്പ് പൊട്ടതാണെങ്കിൽ വിയർപ്പ് പൊട്ടണം. അതൊക്കെ ചെയ്യേണ്ടതാണ്. എന്നിട്ട് അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം, അതിൻ്റെ നെതായിജ്, അതിൻ്റെ ആധാരം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ വിഷണ്ണരാവേണ്ട, തലമണ്ണാക്കേണ്ട. അത് അള്ളാഹു, അതാണ് തദ്ബീർ. അപ്പോൾ ഇത്തിഹാദുൽ അസ്ബാബ് ഷൈ തഅമ്മുൽ വതഫക്കുർ ഫി നതായിജ് ഷൈത്താനി ഷൈ ആഖർ, അത് മറ്റൊരു സംഗതിയാണ്. അപ്പോൾ ഇത് രണ്ടും പിന്നെ നേരത്തെ അസ്ബാബ് നമ്മൾ തരണം എന്ന് പറഞ്ഞ മൂപ്പര് തദ്ബീറിനെതിരാകളെങ്ങനെ, തദ്ബീർ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലാണ്. അതല്ലാതെ ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ ഒരാസൂത്രണം പാടില്ല, ഒരു പ്ലാനിങ്ങും പാടില്ല എന്നല്ല. അത് വേണമല്ലോ. ഇപ്പോൾ ഒരാൾക്ക് അവൻ ഓരോ സംഗതികളും, ഞാൻ ഇന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിക്കുക, വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് ജോലി, നമുക്ക് മനസ്സിലാവുന്ന സാധാരണ ഭാഷയിൽ പറയാം. ഉദാഹരണങ്ങൾ പറയാം. നാടൻ ഉദാഹരണത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അവൻ്റെ മനസ്സിൽ ആസൂത്രണം വേണം. അത് ആ അർത്ഥത്തിൽ പ്ലാനിങ് വേണം. ആ അർത്ഥത്തിൽ പ്ലാനിങ്ങും ആസൂത്രണവും മാനേജ്മെൻറ്റും നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി നിയന്ത്രണവും നല്ല ടൈം പ്ലാനും ഒക്കെ നമുക്ക് വേണം. നമ്മളെ റോഡ് മാപ്പും ഒക്കെ നമുക്ക് വേണം ജീവിതത്തിൽ. പഠിക്കുന്നു, ഇന്ന ജോലി ഞാൻ കണ്ടെത്തും, ഇന്ന തൊഴിൽ കണ്ടെത്തും, ഞാൻ കല്യാണം കഴിക്കും, കുട്ടികളുണ്ടാകും, വീട് വെക്കണം, അവർക്ക് ഇങ്ങനെയുള്ള അതൊക്കെ നമ്മുടെ മനസ്സിൽ കാണുന്നത് തെറ്റാണോ? അത് ഈ പറഞ്ഞ ഹിക്മത്ത് അതിനെതിരാണോ? ഒരിക്കലുമല്ല. അതൊക്കെ നമ്മൾ തആമുൽ മഅൽ അസ്ബാബാണ്, അല്ലെങ്കിൽ ഇത്തിഹാദുൽ അസ്ബാബാണ്. പക്ഷേ അത് തദ്ബീർ എന്ന് പറഞ്ഞാൽ ഇവിടെ മഹാനായ ശൈഖ് അവർകൾ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഈ 4-ാം ഹിക്മത്തിൽ പറഞ്ഞ, അദ്ദേഹം അരുതെന്ന് പറഞ്ഞ, അദ്ദേഹം ഒഴിവാക്കണം എന്ന് പറഞ്ഞ തദ്ബീർ ഇപ്പറഞ്ഞതൊന്നുമല്ല. അത് ഇതാണ്. അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലത്തെക്കുറിച്ചുള്ള നമ്മുടെ ആലോചിക്കലും, അതിനെക്കുറിച്ചുള്ള നമ്മൾ തലമുണ്ടാക്കലും, അതിനെക്കുറിച്ചുള്ള എന്താ പറയുക ആശങ്കകളും, ഇതൊക്കെയാണ് ആശങ്കകൾ, ആ കൺസേൺസ് ഒക്കെ. അതൊരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. അത് അള്ളാഹു ഏറ്റെടുത്തതാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കാൻ തന്നെ മഗ്ഫൂറായ ദുആയിൽ തന്നെ ഉണ്ട്, അല്ലാഹുമ്മ ലാ തശ്ഗൽനാ ബിമാ ഖലഖ്തനാ ലിയജ്ലി അല്ലാഹുമ്മ ശ്ഗൽനാ ബിമാ ഖലഖ്തനാ ലിയജ്ലി അല്ലാഹുമ്മ ശ്ഗൽനാ ബിമാ ഖലഖ്തനാ ലിയജ്ലി വലാ തശ്ഗൽനാ ബിമാ ഖലഖ്തഹു ലിയജ്ലിനാ എന്നൊക്കെ ദുആകളിലുണ്ട്. എന്താ പറഞ്ഞതിനർത്ഥം? അല്ലാഹുവേ, അല്ലാഹുമ്മ ശ്ഗൽനാ ബിമാ ഖലഖ്തനാ ലിയജ്ലി, ഞങ്ങളെ നീ എന്തിനാണോ പടച്ചോനെ പടച്ചത് ആ ഒരു സംഗതി കൊണ്ട് ഞങ്ങളെ വ്യാപൃതരാക്കണം, ശുഗലാക്കണം. അതെന്താ? ഇബാദത്തുള്ള, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുക, അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുക, അതാണ് ഉബൂദിയ്യത്താണ്. അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണ്, അതിനു വേണ്ടിയാണ് പടച്ചോ നമ്മളെ പടച്ചത്. വമാ ഖലഖ്തുൽ ജന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങളെ ശുഗലാക്കണം, ഞങ്ങളെ ശുഗലാക്കണം. വലാ തശ്ഗൽനാ ബിമാ ഖലഖ്തഹു ലിഅജലിനാ, അള്ളാഹുവെ ഞങ്ങൾക്ക് വേണ്ടി നീ പടച്ചു വെച്ചത് ദുനിയാവിലുള്ള സകല ഖലഖലകും മാ ഫിൽ അർളി ജമിഅ, ഈ ദുനിയാവിൽ അള്ളാഹു തആല പടച്ചു വെച്ചതൊക്കെ നമുക്ക് വേണ്ടിയാണ്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ്, മനുഷ്യന് വേണ്ടിയാണ്. അയിമ നമ്മൾ ശുഗലാവുക, നമ്മൾ അയിമ കിടന്ന് ശുഗലാവുക, അത് ചെയ്യരുത്. മനസ്സുകൊണ്ട് ശുഗലാവേണ്ടത് അള്ളാഹുവിൻ്റെ വേണ്ടിയാണ്, അള്ളാഹു തആലക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അധ്വാനിക്കണം, പണിയെടുക്കണം, അസ്ബാബ് നമ്മൾ നോക്കണ്ടേ, കാരണങ്ങൾ നമ്മൾ നോക്കണം. പക്ഷേ അവിടെയൊക്കെ തദ്ബീർ അള്ളാഹുവിനാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. മുദബ്ബിർ അള്ളാഹുവാണ്. ഇതിൻ്റെയൊക്കെ നിയന്ത്രണം, ഇതിൻ്റെയൊക്കെ ശരിയായ കൺട്രോൾ, ഇതിൻ്റെയൊക്കെ സ്രഷ്ടാവ് അത് പടച്ചവനാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അത് ശരിക്കും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുനിയാവിൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് തവക്കുലാക്കാൻ പറ്റും. ഇപ്പോൾ ചരിത്രത്തിൽ പറയുന്നുണ്ട്, മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹം വളരെ കച്ചവടക്കാരനായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം അങ്ങനെ ഈ കച്ചവട സാധനങ്ങളൊക്കെ ഒരുക്കൂട്ടി വെച്ച് അദ്ദേഹത്തിൻ്റെ ഗോഡൗൺ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷോറൂം, ഈ കച്ചവട പീടിക മത്ജർ, അദ്ദേഹം അങ്ങനെ ഈ കച്ചവടത്തിൻ്റെ ഇടയിൽ നിസ്കരിക്കാനോ മറ്റോ പള്ളിയിൽ പോയി. ആ സമയത്താണ് അദ്ദേഹം അറിയുന്നത് ഇതൊക്കെ തീ പിടിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കച്ചവട വസ്തുക്കളും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ. അദ്ദേഹം നിസ്കാരട്ടെറിഞ്ഞോടിയോ ഇല്ല, നിസ്കാരവും പുറത്തും അതായത് നവാഫിലും സുന്നത്തും ഒക്കെ കഴിഞ്ഞ് മുബറാമട്ടത്തിൽ സമാധാനത്തോടു കൂടി ഇങ്ങനെ വരിക. ആളുകൾ ചോദിക്കുക, നിങ്ങളത് അറിഞ്ഞില്ലേ കത്തിക്കരിഞ്ഞ് ചാമ്പലായി എന്നുള്ളത്? അതിനെന്താ? അദ്ദേഹത്തിനൊരു ബേജാറുമില്ല. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ആ യാഥാർത്ഥ്യത്തെ നേരിടുകയാണ്, അസത്യത്തെ നേരിടുകയാണ്. അപ്പോൾ അതെന്താ കാരണം? അദ്ദേഹത്തിൻ്റെ തവക്കുല.
അദ്ദേഹം മനസ്സിലാക്കുക, ഞാനിത് അധ്വാനിക്കേണ്ടതൊക്കെ ചെയ്തു, ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു, അസ്വാബുകളൊക്കെ ഞാൻ തിരഞ്ഞു, കാര്യങ്ങളതൊക്കെ ഞാൻ ചെയ്തു. പിന്നെ അള്ളാഹു താല എനിക്കിങ്ങനെ ഒരു പരീക്ഷണം എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ ഖുർആനിൽ പറഞ്ഞതാണ്. അതിലൊക്കെ ചില നഖ്സുകളോ അല്ലെങ്കിൽ പരാജയങ്ങളോ കഷ്ടനഷ്ടങ്ങളോ ഛേദങ്ങളോ ഒക്കെ പരീക്ഷണമായിട്ട് ഉൾക്കൊള്ളാൻ മനുഷ്യന് കഴിയും. കാരണം ഇതൊക്കെ അള്ളാഹുവിൽ നിന്നാണ്. അപ്പൊ ചെയ്യേണ്ടത് ചെയ്യാതെ തവക്കുലാക്കുന്നതിനെ പറ്റിയല്ല പറഞ്ഞ്, ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. എന്നിട്ട് മുദബ്ബിർ അള്ളാഹുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ മേൽ അനിവാര്യമായ സംഗതിയാണ്, ചെയ്യേണ്ടത് ചെയ്യരുത്. പക്ഷേ മുദബ്ബിർ അള്ളാഹുവാണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഇത് പറഞ്ഞു പോകാൻ സുഖമാണ്. ഇതെങ്ങനെയാണ് ഈ ഒരു വിധാനത്തിലേക്ക് ഹിക്മത്തുർ റാബിയയിൽ മഹാനവറുകൾ പറഞ്ഞ ഈ അവസ്ഥയിലേക്ക് നമ്മളെങ്ങനെ എത്തുക എന്ന് ചോദിച്ചാൽ, അള്ളാഹുവെ കുറിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, തവക്കുലാക്കുക. അള്ളാഹു അൽ-ഇഖ്താറു ദിക്റില്ല, അള്ളാഹുവിനെ ഇങ്ങനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുക. നാവുകൊണ്ട് ഇങ്ങനെ പറയാമെന്ന് മാത്രമല്ല, മനസ്സിൽ അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. എപ്പോഴും നമുക്ക് എന്ത് ഞാമത്തുണ്ടെങ്കിലും പഠിച്ചോനെ ഇത് റബ്ബിൽ നിന്നാണ് ഞാമത്ത്, ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല എന്ന ഒരു ചിന്ത. നമ്മളെ വീടാവട്ടെ, വാഹനമാവട്ടെ, ജോലിയാവട്ടെ, സന്താനങ്ങളാവട്ടെ, സമ്പാദ്യങ്ങളാവട്ടെ, നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്തൊക്കെ ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ശാകിരീങ്ങളാകും, ഹാമിദീങ്ങളാകും. അള്ളാഹു താലാക്ക് ഹംദും ശുക്റും പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു പരീക്ഷണമോ ബുദ്ധിമുട്ടോ പ്രയാസമോ വരുമ്പോഴേക്ക് നമ്മൾ തലതല്ലി തകരേണ്ട ആവശ്യമല്ല. ഇത് പടച്ചോൻ തന്നതാണ്, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, പടച്ചോൻ തന്നതാണ്. ആമന്നാബില്ല കുല്ലുമിൻ ഇൻദി റബ്ബിന, അങ്ങനെയാണല്ലോ, കുല്ലുമിൻ ഇൻദി റബ്ബിന കൊല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു നിശ്ചയിച്ചതേ നമുക്ക് വരുള്ളൂ. ഇതൊക്കെ പടച്ചോൻ്റെ അടുത്ത് നിന്നുള്ളതാണ്. ഖൈറും ഷർറും പടച്ചോൻ, അതാണല്ലോ ഖദാഉം ഖദറും, വിശ്വാസം ഒക്കെ പടച്ചോൻ്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന കൃത്യമായ വിശ്വാസം ശരിക്കും നമ്മൾ രൂഢമൂലമാകുമ്പോൾ പിന്നെ നമുക്കൊരാശങ്ക ഉണ്ടാവില്ല. ഇപ്പോൾ ചരിത്രത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരു മഹാനായ സഹാബി, ആ മഹാനായ സഹാബിയുടെ കുട്ടി മരണപ്പെടുകയാണ്. ആ സഹാബി കുട്ടി മരിച്ചുപോയി. ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്താണ് കുട്ടിക്ക് അസുഖം വരുന്ന, കുട്ടി പെട്ടെന്ന് മരിക്കുന്നത്. അങ്ങനെ ഭർത്താവ് യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആ ഭാര്യ ഈ കുട്ടി വഫാത്തായ കാര്യം തൊടപ്പെടുന്നതിനങ്ങ് പറയുന്നില്ല. ക്ഷമയോടുകൂടി ആ കാര്യം കൈകാര്യം ചെയ്യുന്ന അത്ഭുതം തോന്നും നമുക്ക്. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, എങ്ങനെ ഡീൽ ചെയ്യുന്ന വിഷയത്തോട്. കുട്ടി മരിച്ചിട്ട് ആ കുട്ടിയുടെ മരണപ്പെട്ട കുട്ടിയുടെ പിതാവ് കടന്നു വരുമ്പോൾ, ഭർത്താവ് കയറി വരുമ്പോൾ ആ ഭർത്താവിനോട് വളരെ ചിരിച്ച് ഉല്ലസിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് ആ ഭർത്താവിനെ സ്വീകരിച്ച ഭർത്താവ്, കാരണം യാത്ര കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷമോ മറ്റോ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെ കുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ആകെ സങ്കടമാക്കി ടെൻഷനാക്കുകയല്ല, നല്ല സന്തോഷപൂർവ്വം അദ്ദേഹത്തെ വീട്ടിലേക്ക് സ്വീകരിച്ച് ആനയിച്ച് എത്രമാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയോക്തി അല്ലെങ്കിൽ അത്ഭുതം തോന്നും. അങ്ങനെ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ശാരീരിക സംസർഗത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ ഭാര്യ ഭർത്താവിനെ എത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ ശാരീരികമായ സംസർഗം പോലും ചെയ്യുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം മനസ്സിൽ വളരെ റിലീവ്ഡായി, റിലാക്സായി, തൻ്റെ യാത്രാക്ഷീണവും പുറത്തു പോയി വന്നതൊക്കെ. പിന്നെ അപ്പോൾ കുട്ടി ഉറങ്ങിക്കുന്നതായിരിക്കും ഭർത്താവ് വിചാരിച്ചത്, കുട്ടീൻ്റെ ഉപ്പ വിചാരിച്ച്. എന്നിട്ട് പറയാണ് ഭർത്താവിനോട്, പ്രിയപ്പെട്ട പ്രിയതമാ, അള്ളാഹു താല നമുക്കൊന്ന് തന്നു, ഒരു സംഗതി തന്നു, അല്ലെങ്കിൽ ഒരു ഞാമത്ത് തന്നു, എന്നിട്ട് അള്ളാഹു അത് തിരിച്ചു എടുത്തു. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മൾ ക്ഷമിക്കണം. കാരണം അള്ളാഹു അല്ലേ നമുക്ക് തരുന്നത്, അള്ളാഹു തന്നത് അള്ളാഹു വാങ്ങിയെന്ന് സമാധാനിച്ചാൽ മതിയല്ലോ എന്ന് ഭർത്താവിനെ കൊണ്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് ആ കാര്യങ്ങളിലൊക്കെ മനസ്സ് ക്ലിയറാക്കിയ ശേഷം പറയാണ്, എന്നാൽ നിങ്ങൾ അറിയുക പ്രിയപ്പെട്ട പ്രിയതമാ, അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന കുഞ്ഞിനെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. ഇന്നലില്ലാഹി മാ അഖദ വലഹു മാ അഅ്താ, ഇന്നലില്ലാഹി മാ അഅ്താ വലഹു മാ അഖദ. പടച്ചോൻ തന്നത് പടച്ചോനാണ്, തിരിച്ചെടുക്കുന്നതും പടച്ചോൻ്റെതാണ് എന്ന കാര്യമെന്ന് പറഞ്ഞാൽ, സ്വന്തം പ്രിയപ്പെട്ട കുഞ്ഞ് മരണപ്പെട്ടത്, കുട്ടി മരിച്ച വിവരം ഭർത്താവിനെ അറിയിക്കുന്നത് അത്രയും എന്താ പറയുക, ആ ഒരു സ്ഥിരമായ ആ ഒരു മനസ്സിൻ്റെ സ്ഥൈര്യത്തോടു കൂടിയാണ്, ആ സമചിത്തതയോടു കൂടിയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സാധിക്കുക? ഇതൊക്കെ മുദബ്ബിർ അള്ളാഹുവാണ്, ഇതിൻ്റെയൊക്കെ തദ്ബീർ അള്ളാഹുവാണ് എന്ന ഉറച്ച വിശ്വാസം മനസ്സിലുറക്കുമ്പോൾ, അത് ഉറച്ചു കഴിയുമ്പോൾ അവർ പിന്നെ വാവിട്ട് നിലവിളിക്കുക, അസ്വസ്ഥരാകുകയോ ഒന്നുമില്ല. കരയിലാ, സങ്കടപ്പെടൂല എന്നല്ല, അതിനൊക്കെ ധൈര്യപൂർവ്വം നേരിടാൻ അവർക്ക് സാധിക്കും, സാഹചര്യങ്ങൾ ഡീൽ ചെയ്യാൻ അവർക്ക് സാധിക്കും. ഞാൻ മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ വിശ്വാസവും ഈമാനും തവക്കുൽ അലല്ലാഹും കുറയുമ്പോഴാണ് മനുഷ്യന്മാർ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് ജീവിതം അവസാനിപ്പിക്കുക, ജീവനെടുക്കുക, ആത്മഹത്യ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ തലമുറയിൽ, നമ്മുടെ സമൂഹത്തിൽ തന്നെ, മുസ്ലിം സമൂഹത്തിൽ തന്നെ വർദ്ധിച്ചു വരിക. പത്രമാധ്യമങ്ങളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നിരന്തരം നമ്മുടെ മലബാർ മേഖലയിൽ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, കൂടുതൽ. കാരണം എന്താ? ജനങ്ങൾക്ക് അള്ളാഹുവിലുള്ള ഈമാനും വിശ്വാസവും അഖീദയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പരിണത ഫലം കൂടിയാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൽ ശരിയായ വിശ്വാസം, ഈമാൻ നമുക്കുണ്ടെങ്കിൽ കൊല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ എന്നായിരിക്കും നമ്മുടെ വിശ്വാസം. അപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ തകരൂല. നമ്മൾ മനസ്സിനെ സമാധാനിപ്പിക്കാൻ, സാന്ത്വനപ്പെടുത്താൻ നമുക്ക് തന്നെ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, വലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ, റബ്ബിൻ്റെ ദിക്റിലൂടെ ഹൃദയങ്ങൾക്ക് ശാന്തിയുണ്ട്, സമാധാനമുണ്ട്. ദാലിക ബിഅന്നല്ലാഹ മൗലല്ലദീന ആമനൂ വഅന്നൽ കാഫിരീന ലാ മൗലാ ലഹും. ഖുർആനിലുണ്ട് ഒരു സ്ഥലത്ത്.
അള്ളാഹു വിശ്വസിച്ചവരുടെ മുഅ്മിനീങ്ങളുടെ മൗലയാണ്, യജമാനനാണ്, നമ്മുടെ ഉടമയാണ്, ഒക്കെ പടച്ചവൻ്റെ കയ്യിൽ സുഭദ്രമാണ്, എല്ലാ റബ്ബിൻ്റെ കയ്യിൽ സേഫാണെന്ന ഒരു ബോധം, ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. അന്നൽ കാഫിരീന ലാ മൗലാലഹും, ഒരു ഉടമ ഇല്ലാത്തത്, യജമാനനില്ലാത്തത് കാഫിരീങ്ങൾക്കാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ സാന്ത്വനം സമാധാനം ഉണ്ടാവില്ല. കാരണം എന്താ, അവർക്കെല്ലാ വേദനകളും എല്ലാ പ്രതീക്ഷകളും എല്ലാം അർപ്പിക്കാൻ, പ്രതീക്ഷകൾ അർപ്പിക്കാനും അതുപോലെ വേദനകളും പ്രയാസങ്ങളും കൊണ്ടുപോയി വണ്ടം വഴിച്ച് കെട്ടഴിച്ചു വെക്കാനുള്ള ഒരു പ്രതീക്ഷാ കേന്ദ്രം അവർക്കില്ല. അവർക്ക് അങ്ങനെ ഒരു വിശ്വാസമല്ല. നമുക്കൊരു വിശ്വാസമുണ്ട്, അള്ളാഹുവിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. ആ അള്ളാഹു ആണെങ്കിലോ നമ്മളോട് പറയുന്നത് വനഹനു അഖറബു ഇലൈക മിൻ ഹബിലിൽ വരീദ്, മനുഷ്യ നിന്റെ കർണനാടിയേക്കാൾ നിന്നോട് അടുത്ത് നിൽക്കുന്നവനാണ് ഞാൻ. എന്നോട് നീ ചോദിച്ചോളൂ, സാലക അന്നി ഇദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. ഞാൻ അടുത്ത് നിൽക്കാൻ എൻ്റെ അടിമയോട് എന്നോട് ചോദിച്ചോട്ടെ, ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിച്ചോട്ടെ ഞാൻ കൊടുക്കും. ഇങ്ങനെ അള്ളാഹു നമുക്ക് പ്രതീക്ഷ തരുന്ന വാക്കുകൾ നിരന്തരം പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പറയാണ്. ഓഹോ മഅകും ഐനമാ കുന്തും, അള്ളാഹു നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾ എവിടെയായിരുന്നാലും. ഇന്ന വലിയ അല്ലാഹ് അല്ലദീ നസ്സലൽ കിതാബ്, എൻ്റെ രക്ഷിതാവ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഏറ്റെടുത്ത് നടത്തുന്നവൻ ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവാണ്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അള്ളാഹുവിൽ അർപ്പിച്ചവർക്ക് ഒരു പേടിയില്ല, ഒരു ഭയവുമില്ല, ഒരു ദുഃഖവുമില്ല. കഴിഞ്ഞതിനെ പറ്റി എന്തെങ്കിലും ദുഃഖമോ വരാനിരിക്കുന്നതിനെ പറ്റി ആശങ്കകളോ അവർക്കില്ല. ഖുർആൻ പറയാം ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അങ്ങനെ ഖുർആനിലൂടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇഷ്ടംപോലെ ആയത്തുകളിൽ ഈ ആശയം പറഞ്ഞു തരുന്നുണ്ട്. ഹിജ്റയുടെ സംഭവമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗാർ സൗറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മക്കാ മുശ്രിക്കീങ്ങൾ, അവരെ പിടികൂടാൻ വേണ്ടി വന്ന മക്കാ മുശ്രിക്കീങ്ങളുടെ കാൽപാദങ്ങൾ ഇങ്ങനെ കാണുമ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയാ ലൗ അന്ന അഹദഹും നദറ ഇലാ അസ്ഫലി ഖദമൈഹി ലഅബ്സറനാ, അവരിൽ ആരെങ്കിലും ഒരാൾ തൻ്റെ കാൽ ചൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ കാണൂലേ നബി എന്ന് ചോദിക്കുമ്പോൾ മാദന്നുക ബിസ്നൈനി അല്ലാഹു താലിസുഹുമാ, എന്താണ് അബൂബക്കറെ രണ്ടാളെ പറ്റി നിന്റെ വിചാരം, അവരിൽ മൂന്നാമൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങൾ മാത്രമല്ലല്ലോ, അല്ലല്ലേ നമ്മളെ കൂടെ. സാഹിബി ഖുർആൻ പറയുന്നല്ലോ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. സാഹിബി, തന്റെ സാഹിബിനോട് നബി പറയുന്ന രംഗം സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സാഹിബായ സന്തത സഹചാരിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയുന്ന നേരം ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നിങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, ബേജാറാണ്ട്, അള്ളാഹു നമ്മുടെ മഅന, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്. അള്ളാഹുവിൻ്റെ ഈ മഅയ്യത്ത്, അള്ളാഹു മഅന എന്നുള്ള ആ ചിന്ത, ആ വിശ്വാസം ശരിക്കും മനസ്സിൽ ഉറക്കുമ്പോൾ, നാവിലല്ല മനസ്സിൽ ശരിക്കും ഉറക്കുമ്പോൾ അവിടെ നമുക്ക് എല്ലാം അള്ളാഹുവാണ് മുദബ്ബിർ. ഇപ്പം ഹിജ്റയിൽ തന്നെ നമുക്ക് ആ പാടുണ്ട്, അസ്ബാബ് നമ്മൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്യണില്ലേ. ഒട്ടകത്തെ അവർ ഒരുക്കി വെച്ചു, വീട്ടിൽ അലി റളിയല്ലാഹു തആല അൻഹുവിനെ സ്വന്തം വിരിപ്പിൽ കിടക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അങ്ങനെ രാത്രി അങ്ങനെ ആ സമയത്ത് ഇറങ്ങുമ്പോൾ അള്ളാഹു തആല തദ്ബീർ അവിടെ അങ്ങനെ കാണുകയാണ്. അപ്പം ഇവരെല്ലാ അസ്ബാബുകളും ചെയ്യുന്നുണ്ട്. ഹിജ്റക്കുള്ള ഒരുക്കം, ആ ഹിജ്റക്ക് വഴി കാണിക്കാൻ അബ്ദുല്ലാഹിബ്നു ഉറൈഖത്ത് എന്ന് പറഞ്ഞ ആളെ വാടകയ്ക്ക് എടുത്തു, കൂലി കൊടുത്തിട്ട് ഗൈഡിനെ ഏൽപ്പിച്ചു. ഭക്ഷണം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നു, വാർത്തകൾ ശേഖരിക്കാൻ വേണ്ടി ഇന്നയാളെ ഏൽപ്പിച്ചു. എല്ലാ കാര്യങ്ങളും, എല്ലാ അസ്ബാബും, അതിൻ്റെ വേണ്ട എല്ലാ മുൻകരുതലുകളും നടപടിക്രമങ്ങളും പ്രീകോഷ്യസ് മെഷേഴ്സും എന്തായാലും പറയാ, എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കുന്നുണ്ട്, ഉണ്ട്. ഹിജ്റ തന്നെ ഏറ്റവും വലിയ പാടായി വിഷയത്തിൽ. ഈ നാലാമത്തെ ഹിക്മത്ത് നമുക്ക് ഹിജ്റയിൽ കാണാം, അല്ലെങ്കിൽ ഹിജ്റയിൽ നമുക്ക് ഈ നാലാമത്തെ ഹിക്മത്തിന്റെ വ്യക്തമായ അതിന്റെ മാനിഫെസ്റ്റേഷൻ കാണാം. അപ്പോൾ അതൊക്കെ അസ്ബാബുകളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലോ തദ്ബീർ അള്ളാഹ്ക്ക് വിടുകയാണ്. അതിൻ്റെ അള്ളാഹു തആലയുടെ തദ്ബീറാണ് നമ്മൾ കാണുന്നത്. അവരുടെയൊക്കെ വിശ്വാസം, ഞങ്ങൾ ഒരു പിടി മണൽ വാരിങ് എറിയുമ്പോഴേക്ക് അവരുടെ മുഴുവനും കണ്ണുകളിൽ അത് വന്ന് പതിയുന്നു, പിന്നെ അവർക്ക് കാണാൻ പറ്റുന്നില്ല. അവർ വിശ്വാസം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഭയം കൊണ്ട, അല്ലെങ്കിൽ അവർ ഒളിഞ്ഞിരിക്കുന്ന ആ മലയുടെ, ആ ഗുഹയുടെ, ആ മാളത്തിൻ്റെ പരിസരത്ത് അവിടെയൊക്കെ എത്തി നിൽക്കുമ്പോൾ കോമനങ്ങൾ, ശത്രു കുഫാറുകൾ, മുശ്രിക്കീങ്ങൾ, ഖുറൈശികളും അവരുടെ കിങ്കരന്മാരും എത്തി നിൽക്കുമ്പോൾ അവിടെ ദന്നുൽ ഹമാമ വദന്നുൽ അൻകബൂത അലാ ഖൈരിൽ ബരിയ്യതി ലം തൻസുജു വലം തഹ്മി, അവിടെ മാടപ്രാവുകൾ മുട്ടയിട്ടിരിക്കുന്നതും അതുപോലെ ചിരന്തികൾ വല നെയ്തിരിക്കുന്നതും കാണുമ്പോൾ അവർ തിരിഞ്ഞു പോരുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ തദ്ബീറാണ്, മുദബ്ബിർ അള്ളാഹുവാണ്. അസ്ബാബുകൾ മനുഷ്യൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ കഴിയുന്നത്തോളം ചെയ്യുക, ബാക്കി അള്ളാഹുവിൽ അർപ്പിക്കുക. അള്ളാഹു മുദബ്ബിറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ, അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ, ഇബ്രാഹിം നബിയുടെ, മൂസ ഈസാ അലൈഹിസ്സലാം, അതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാം, യൂനുസ് നബി അലൈഹി സ്വലാം, ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന ചരിത്രങ്ങൾ മുഴുവനും പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ തദ്ബീർ അവിടെയൊക്കെ കാണാൻ കഴിയും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉമ്മ പെട്ടിയിലടക്കം ചെയ്ത് ആറ്റിലെറിഞ്ഞിരിക്കുകയാണ്, പുഴയിൽ എറിഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് പിന്നെ അള്ളാഹിൻ്റെ തദ്ബീറാണല്ലോ. ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ വരുന്നു, അവിടെ വളരുന്നു. ഫറോവയുടെ ചെലവിൽ വളർന്നിട്ട് മൂസാ നബി വലുതാവുന്നു, പ്രവാചകനാവുന്നു. അങ്ങനെ നമുക്കറിയാം ചരിത്രം. ഞാൻ മൂസാ നബിയുടെ ചരിത്രം വിശദീകരിക്കല്ല.
അതുപോലെ എല്ലാം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നോക്കുമ്പോഴും അള്ളാഹുവിൻ്റെ ആ തദ്ബീർ നമ്മൾ ശരിക്കും കാണാം. കിണറ്റിലെറിയപ്പെട്ട ആ കുട്ടിയാണ് പിന്നെ രാജാവാകുന്നത്, സഹോദരന്മാരുടെ മുഴുവനും രക്ഷകനാകുന്നത്, അവസാനം അവർ തിരിച്ചറിയുന്ന സംഭവങ്ങൾ, ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരും. അപ്പൊ അള്ളാഹിന്റെ തദ്ബീർ നമ്മൾ ശരിക്കല്ല, അത് ഖുർആൻ അതിനാ നമുക്ക് ചരിത്രങ്ങൾ പറഞ്ഞിരുന്നത്, അല്ലാതെ കഥ കേട്ടുപോകാനുള്ള ലാഘവത്തിന്, ആ കഥ കേൾക്കാനുള്ള സുഖത്തിലല്ല. ഒരു കഥ കേൾക്കുന്ന ലാഘവത്തിൽ കേട്ടുപോകുകയല്ല ഖുർആൻ. മുത്തശ്ശി കഥകൾ കേൾക്കുന്ന പോലെ അല്ല ഖുർആനിലെ ഖിസ്സുകൾ നമ്മൾ കേൾക്കേണ്ടത്. ഖുർആനിലെ ഖിസ്സകളൊക്കെ അതിൽ ഇബറത്തുകൾ, പാഠം ഉൾക്കൊള്ളണം. അതിൽ നിന്ന് നമ്മൾ എന്ത് പകർത്തണം എന്ന പാഠങ്ങൾ ഇതിലുണ്ട്. അമ്പിയാക്കന്മാരുടെ പാഠങ്ങളൊക്കെ, പ്രവാചകന്മാരുടെ പാഠങ്ങൾ, അവരുടെ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. ഇതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല ഒരുപാട് സ്ഥലങ്ങളിൽ പരിശ്രമിക്കുക, നമ്മൾ അധ്വാനിക്കുക, ഫലം തരുന്നവൻ അല്ലാഹുവാണ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. സബീൽ എന്നല്ല, സുബുലന, അനേക മാർഗങ്ങൾ നമ്മൾ വഴി കാണിച്ചു തരുമെന്നാണ് പറഞ്ഞത്. ജിഹാദ്, അതിന് പരിശ്രമം ചെയ്യുന്നവർക്ക്. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ തയ്യിബ. ഏറ്റവും നല്ല ഒരു ജീവിതം അള്ളാഹു കൊടുക്കുക തന്നെ ചെയ്യുന്നു. ഫലനുഹ്യിയന്നഹും എന്ന ആ തഅ്കീദിന്റെ നൂൻ ഭാഷാപരമായി നോക്കുമ്പോൾ അത്രയും ആ വിഷയത്തിൽ ഒരു സംശയാതീതമായി അള്ളാഹു തആല കാര്യം നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നത് നമ്മുടെ ഈമാനിൽ അറിയാച്ചാൽ മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ഈ 4ാമത്തെ ഹിക്മത്ത് നമുക്ക് ശരിക്കും ബോധ്യമാവും. അരിഹ് നഫ്സക മിനത്ത് തദ്ബീർ. ഫലങ്ങൾ എന്താകും, റിസൾട്ട് എന്താകും, ഇതിൻ്റെ അനന്തരഫലം എന്താകും എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുക എന്ന ആ ഒരു ക്ലേശത്തിൽ നിന്ന് നീ നിന്നെ തന്നെ റിലാക്സ് ആവുക, റിലീഫ് ആവുക എന്ന് പറഞ്ഞാൽ റാഹത്തിലാവുക. ഫമാ ഖാമ ബിഹി ഗൈറുക അൻക. നിനക്ക് വേണ്ടി നീയല്ലാത്തവർ ചെയ്തു വെച്ച ഒരു കാര്യം, ലാ തഖും ബിഹി അൻത ലിനഫ്സിക്. അത് ചെയ്യാൻ വേണ്ടി, നീ നിനക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പിന്നെ പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുത്തതും ചെയ്തു കഴിഞ്ഞതുമാണ്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും. മഈശത്തിൻ്റെ കാര്യമാവട്ടെ, ഏത് കാര്യമാവട്ടെ, അതിൽ പിന്നെ നമ്മൾ അതിൻ്റെ പിറകിലൂടെ നടന്ന് ടെൻഷൻ അടിച്ച് നടക്കേണ്ട കാര്യമില്ല. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.